എനിക്കൊരു വീട്ടിൽ പരിപാടിക്ക് പോയപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി തണുത്തുള്ള ഉണ്ടോ എന്ന് ചോദിച്ചു. അവിടെ വീടിനടുത്തിട്ട് അപ്പോൾ അവർ ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതിയെന്ന് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് 2 പൊതിക്കാത്ത തേങ്ങ ഫ്രിഡ്ജിലിരിക്കുന്നു. അത് ആ വീട്ടുകാർ എന്തിനാണ് ഈ പൊതിക്കാത്ത തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നത്? എനിക്ക് നല്ല പച്ച തേങ്ങ 2 ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പൊതിക്കാത്തത്. ഓൺലൈൻ ക്ലാസ്സിന് ഇവർ എവിടെ ഇരിക്കുന്നതെന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാണ്. ഇവർ ഈ മൊബൈൽ എടുത്തുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ വന്ന് ഇരിക്കും. ഇരിപ്പ് മടുക്കുമ്പോഴേ ഞാനൊരു ദിവസം കുളിയും കഴിഞ്ഞ് തോർത്ത് കൊടുത്തോണ്ട് മുറിക്കകത്തൂടെ നടന്നിട്ട് അവിടെ നിന്ന് അലമാരയുടെ മുന്നിൽ ഒന്ന് ലുങ്കിയൊക്കെ കൊടുക്കാറായുമ്പോഴത്തേക്ക് ഇവൻ പയ്യൻ എന്നോട്, അച്ഛാ എല്ലാരും കാണുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് 10-40 പിള്ളേരും ടീച്ചറും കൂടെ കണ്ടോണ്ടിരിക്കുക ഞാൻ തോർത്ത് കൊണ്ടുകൊടുത്ത ഡ്രസ്സ് മാറുന്നത്. അതുകൊണ്ട് അത് നമ്മൾ സൂക്ഷിക്കണം. ഈ പാത്രമായിട്ട് തലക്കിടുന്ന കാര്യം പറഞ്ഞപ്പോഴേ നമ്മുടെ ഇവിടെ ഈ അഷ്ടമി രോഹിണിക്ക് ശോഭായാത്ര എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. എല്ലാവരും പല വേഷങ്ങളൊക്കെ കെട്ടി കൃഷ്ണൻ മുന്നിൽ പോകുന്നു, ഭീമൻ, അങ്ങനെ പല വേഷങ്ങളൊക്കെ ആയിട്ട് മുന്നിലേക്കൊക്കെ പോകണം. അപ്പൊ ഞാൻ കുചേലന കഷത്തിൽ അവിലുപൊതിയായിട്ട്, അത് മറ്റേ ദരിദ്ര ലുക്ക് ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് കുചേലനായിട്ട് നെറ്റിയിലൊക്കെ കൂറി തൊട്ട് ഞാൻ ഇങ്ങനെ പോകുന്നു. കുറച്ച് മുന്നിലായിട്ട് കംസനുണ്ട്, മഹാബലി നടക്കുന്നുണ്ട്, പല പുരാണ കഥാപാത്രങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ ഈ കൂട്ടത്തിൽ നടരാജൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. നടരാജൻ എന്ത് ചോദിച്ചാൽ നടരാജൻ ഭീമനാവാൻ വേണ്ടി തീരുമാനിച്ചു. ഇച്ചിരി സൈസ് ഉണ്ട് നടരാജൻ. ഭീമൻ എന്ന് പറഞ്ഞാൽ ഗത വേണം. ഗത പുള്ളി എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെമ്പിന്റെ കുടം എടുത്തു. ഈ കുടം എടുത്തിട്ട് നമ്മൾ കൈക്കോട്ടിന്റെ കൈയില്ലേ, തൂമ്പാക്കൈ എന്ന് പറയുന്ന കൈ അതിനകത്ത് വെച്ചിട്ട് കൈക്കോട്ട് ഉറപ്പിക്കുന്ന പോലെ തന്നെ ആപ്പ് വെച്ചത് ഉറപ്പിച്ചു. ഒരു 250 ആപ്പുണ്ട്. കാരണം കുടത്തിന്റെ വാ ഇത്ര ഉണ്ട്, കോല് അതിന്റെ നടുക്ക് ഇച്ചിരി ഉള്ളുണ്ട്. ബാക്കിയുള്ള ഗ്യാപ്പ് മുഴുവൻ കുഞ്ഞു കോല് കൊത്തി നിറച്ചു വെച്ചിട്ട് അതിന് മുഴുവൻ വർണ്ണ കടലാസ് ഒട്ടിച്ച് പുള്ളി ഗതയുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞപ്പം പുള്ളിയുടെ ഭീമൻ ഇച്ചിരി സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുക ഈ ഘോഷയാത്രയിൽ. അപ്പൊ ഈ പിള്ളേര് ഈ ജംഗ്ഷനിൽ നിന്ന് ഇത് കണ്ടിട്ട് ഓടി അടുത്ത ജംഗ്ഷനിൽ ചെന്നിട്ട് പറയും, ദേ ആ വരുന്ന ഘോഷയാത്രയ്ക്കകത്ത് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമയമാണ്. തൊട്ടടുത്ത ജംഗ്ഷൻ എത്തിയപ്പോൾ ഇച്ചിരി സ്ത്രീകൾ അവിടെ കൂടുതൽ നിൽക്കുന്നുണ്ട്. സ്ത്രീകൾ അവിടെ നിൽക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭീമൻ ഒരു ചെറിയ ഷോ അതിനുവേണ്ടി കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഗത എടുത്തിട്ട് എന്ന് പറഞ്ഞ് കറക്കിയപ്പം ഇതിന്റെ ആപ്പങ്ങ് പറഞ്ഞു പോയി. ഈ കുടം തെറിച്ച് എന്ന് ഇത് കണ്ടോണ്ടൊന്ന് ലതിക ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ തലക്കിട്ട് ഒറ്റ അടി അടിച്ചിട്ട് കുടം കൊണ്ട് ചേച്ചി തലയും കറങ്ങി താഴത്തേക്ക് വീടുന്ന ലതിക ചേച്ചിയുടെ ഭർത്താവ് രാമൻകുട്ടി എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. പുള്ളി ഓടി ഒന്ന് നോക്കുമ്പോൾ ഈ തുമ്പക്കൈയുമായിട്ട് ഈ സാധനം നിൽക്കുക. തല തെറിച്ചു പോയതാണല്ലോ. ഇത് എന്തായുധമാണെന്ന് മനസ്സിലാവുന്നുമില്ല. ഇയാൾക്ക് ഇത് വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇയാൾ ഓടി ഇങ്ങ് അടുത്തേക്ക് വന്നപ്പം ഇത് ഏത് ദൈവമാണെന്ന് അറിയാനൊന്നും പറ്റത്തില്ല. പുള്ളി ഇങ്ങനെ വന്നിട്ട്, ലതികയ്ക്ക് വല്ലതും പറ്റിയാലുണ്ടല്ലോ ഇടാ പുരാണ, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന്. കാരണം ഈ കഥാപാത്രം ഏതോ പുരാണ കഥാപാത്രമാണ്. തുമ്പക്കൈ ഉണ്ട്, കിരീടമുണ്ട്. ഇത് എന്താന്ന് മനസ്സിലാവുന്നില്ല. തെറി പറയാനും പറ്റത്തില്ല. എല്ലാത്തിനും കൂടെ ഒറ്റൊരെണ്ണം പുരാണ. ടീച്ചർക്ക് ഇപ്പൊ ഭാഷ അറിയില്ലെന്ന് പറഞ്ഞല്ലോ. ഞങ്ങള് അച്ഛന്റെ സ്കൂളിൽ നിന്ന് പറഞ്ഞ് ഞങ്ങൾ പഠിച്ച ഹൈസ്കൂൾ പഠിച്ചതിന്റെ അടുത്ത് വെള്ളൂർ പേപ്പർ കമ്പനി ഉണ്ടായിരുന്നുണ്ട്. അവിടെ CISF വന്ന് കോട്ടടിച്ച് താമസിക്കുന്നുണ്ടായിരുന്നു. CSF മുഴുവൻ ഹിന്ദിക്കാരാ, ഞങ്ങൾ മലയാളം. അപ്പൊ അന്ന് ഈ CISF ക്യാൻറ്റീന്റെ വാതിക്കൽ ഈ റെയിൽവേ സ്റ്റേഷനിലുള്ള പോലത്തെ ഒരു സാധനമുണ്ട്. ഞെക്കി പിടിച്ച ചെറിയ തണുത്ത വെള്ളം കിട്ടും. കാര്യം അന്ന് ഫ്രിഡ്ജിലെ വെള്ളത്തിന് ഇച്ചിരി ഡിമാൻഡ് കൂടെ, നമുക്ക് തണുത്ത വെള്ളം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. അങ്ങനെ ഈ ഇന്റർവെല്ലിൽ ഞങ്ങൾ മതിലിയാടി അവരുടെ ക്യാമ്പിൽ പോയിട്ട് ഈ വെള്ളം എടുക്കും. അപ്പൊ ഇവര് CISF ക്യാമ്പ് അവിടെ നിന്ന് ചെല്ലാൻ പാടില്ല. അപ്പൊ ഞങ്ങളെ ഓടിച്ചിട്ടൊക്കെ ചില CISF ചിലപ്പോൾ പിടിക്കും അതിനകത്ത് കയറി. അപ്പൊ ഞങ്ങളുടെ ഹെഡ് മാസ്റ്ററിന്റെ പേര് ബേബി എന്നാ. എന്നെ ഒരു ദിവസം പിടിച്ചിട്ട് ചോദിച്ച് പേരെന്താന്ന് ചോദിച്ചു അവര് ഹിന്ദിയിൽ. ഞാൻ പറഞ്ഞു ബേബി സാർ എന്നുള്ള ബേബിയുടെ ഫുൾ ഇനീഷ്യലൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവരെന്നെ വിട്ടിട്ട് ഞാൻ ഉച്ച കഴിഞ്ഞപ്പം 2 CSF സ്കൂളിൽ വന്നേക്കുക. നേരെ പ്രിൻസിപ്പലിന്റെ റൂമിൽ ചെന്നിരുന്നിട്ട് ബേബി സാറിനോട് പറയാ, ഇവിടുന്ന് ബേബി വന്ന് വെള്ളം കുടിച്ചിട്ടുണ്ടോ നിങ്ങൾ, എന്താന്ന് വെച്ചാൽ പരിഹാരം ഉണ്ടാകണം ബേബി സാറിനോട് തന്നെ.